ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ വരികയാണ്. ധാരാളം വേക്കൻസികളോടുകൂടിയാണ് വരുന്നത്. ഏതാണ്ട് 11,000-ലധികം വേക്കൻസികളാണ് അതിൽ വരുന്നത്. അതിലെ ഏറ്റവും RRB NTPC ഡിഗ്രി ലെവലിൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, എന്താണ്, സ്റ്റേഷൻ മാസ്റ്റർ ആണ്. അപ്പം ഒരു സ്റ്റേഷനിലെ ഏറ്റവും ഉയർന്ന അധികാരിയാണ് സ്റ്റേഷൻ മാസ്റ്റർ. അപ്പൊ നമുക്ക് അറിയണ്ടേ എന്താണ് സ്റ്റേഷൻ മാസ്റ്റർ, എന്താണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ നമ്മൾ അറിയണം. അപ്പൊ തീർച്ചയായിട്ടും ഇത് അറിഞ്ഞേ പറ്റൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ ഓപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ അതിന്റെ റിയാലിറ്റീസ് ഒക്കെ അറിയാൻ പറ്റും. എത്ര രൂപ ശമ്പളം കിട്ടും, എന്താണ് അവരുടെ ജോബ് റോള്, എന്തൊക്കെ പ്രൊമോഷൻ സാധ്യതകളുണ്ട്, ജീവിതത്തിൽ കരിയർ ഗ്രോത്ത് എവിടെ വരെയൊക്കെ എത്താം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പം അതാണ് നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ RRB NTPC അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, നിങ്ങൾ ഡിസിഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റേഷൻ മാസ്റ്ററുടെ റോളും റെസ്പോൺസിബിലിറ്റീസും സാലറീസും ഒക്കെ ഒന്ന് കാണാം. ആദ്യമായിട്ട് സ്റ്റേഷൻ മാസ്റ്ററുടെ ബേസിക് പേ, അതായത് ബേസിക് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35,400 രൂപയാണ്. 35,400 രൂപയാണ്. ഇനിയും DA ഏതാണ്ട് 4,248 രൂപയോളം വരും. അതായത് 12% DA വരും. ഇനിയും ട്രാൻസ്പോർട്ട് അലവൻസ് ഒരു 1,800 രൂപ വരും. ഡെയിലി ട്രാൻസ്പോർട്ട് അലവൻസ് ഏതാണ്ട് 90 രൂപ കൂടി വരും. അങ്ങനെ അദ്ദേഹത്തിന്റെ സാലറി, അതായത് ഈ സ്റ്റേഷൻ മാസ്റ്ററുടെ സാലറിയിൽ HR ഒരു ഘടകമായതുകൊണ്ട് തന്നെ ഈ ജോലി ചെയ്യുന്ന നഗരങ്ങൾ, സിറ്റീസ് അല്ലെങ്കിൽ ഗ്രാമങ്ങൾ, ഈ റെയിൽവേ അങ്ങനെ പല സ്ഥലങ്ങളിലൂടെ പോകുന്നുണ്ടല്ലോ, ഇന്ത്യയെ കണക്ട് ചെയ്യുന്ന സ്ഥലമാണല്ലോ. അപ്പൊ ഈ സ്റ്റേഷൻ എവിടെയാണോ വരുന്നത് അതിനനുസരിച്ച് ശമ്പളത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. അതായത് ഇദ്ദേഹം ഒരു എക്സ് കാറ്റഗറിയിൽ ഒരു ഉയർന്ന സിറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ശമ്പളം, അതായത് തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ശമ്പളം ഏതാണ്ട് 50,255 രൂപ വരെ കിട്ടും. അതിനുശേഷം അദ്ദേഹം ഒരു Y കാറ്റഗറിയിലാണെങ്കിൽ ഇതൊരു 47,424 രൂപയായിട്ട് മാറും. ഇനി അത് Z ക്ലാസ് കാറ്റഗറിയിലാണെങ്കിൽ 44,592 രൂപ. ഇത് ബേസിക് സാലറിയുടെ മാത്രം കേസിൽ പറയുന്നതാണ്. നിങ്ങൾ ബൈ ഹാൻഡ് കയറുമ്പോൾ കിട്ടുന്ന സാലറിയുടെ കാര്യമാണ് പറയുന്നത്. പലപ്പോഴും ഇത് ആവില്ല സാലറി, ഇതിന് ഉയർന്നു തന്നെ ആയിരിക്കും. എല്ലാവരും വാങ്ങുന്നത് കേന്ദ്ര സർക്കാരാണ്, സെൻട്രൽ സർവീസ് ആണ്. സെൻട്രൽ സർവീസിന്റെ ശമ്പളം അറിയാമല്ലോ, എപ്പോഴും സ്റ്റേറ്റ് സർവീസിനേക്കാളും കൂടുതലാണ്. 60 വയസ്സ് വരെയൊക്കെ ജോലിയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതൊരു അപ്രോക്സിമേറ്റ്, നമ്മൾ എപ്പോഴും ചെറിയ എമൗണ്ട് പറയുന്നതാണല്ലോ നല്ലത്. കൂടുതൽ പറയുന്നത് കിട്ടാതിരിക്കുന്നതിനേക്കാളും ഈ പറയുന്ന എമൗണ്ടിനേക്കാളും കൂടുതൽ കിട്ടുമ്പോൾ കൂടുതൽ സന്തോഷം ഉണ്ടാവുമല്ലോ. ഇതിനും കുറച്ചും കൂടി കൂടുതലാണ്, അപ്രോക്സിമേറ്റ് ആണ് നമ്മൾ ഈ ഒരു എമൗണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഈ നമ്മൾ അറിയേണ്ടത്, നിങ്ങൾ കയറിയ ഉടൻ നിങ്ങൾ ജോലിക്കാരനായിട്ടല്ലോ പോകുന്നത്, നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ട്. നേരത്തെ 2 വർഷമായിരുന്നു നമ്മുടെ ട്രെയിനിങ്. ഇപ്പൊ ഏതാണ്ട് 78 ദിവസമാണ്. ബാക്കിയുള്ള ദിവസങ്ങൾ അതിന്റെ ഭാഗമാണ്, ട്രെയിനിങ്ങിന്റെയും പ്രൊമോഷന്റെയും ഒക്കെ ഭാഗമാണ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? അതായത് നിങ്ങൾ പെർമനന്റ് എംപ്ലോയി ആയിട്ട് റെയിൽവേയിൽ കയറുന്നതിന് മുമ്പ് കയറിയ ഉടനെ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നൊരു ചോദ്യം ഉണ്ടാവും. ഇപ്പം പല ജോലികളും ചെയ്യുന്നവർ ടെസ്റ്റ് എഴുതി കയറിയിട്ട് ഈ അവർക്ക് മതിയായ ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഒരു 2-3 വർഷക്കാലം കുറച്ച് എന്ത് ചെയ്യേണ്ടി വരും, അനുഷ്ഠിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ സ്വയം അറിയണം എത്ര രൂപ സാലറി കിട്ടുമെന്ന്. നിങ്ങൾ കയറിയ ഉടനെ തന്നെ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് 2,800 രൂപ ഗ്രേഡ് പേ ആയിട്ട് കിട്ടും. മനസ്സിലായില്ലേ? ഇനി ആഫ്റ്റർ ട്രെയിനിങ്ങിന് നിങ്ങൾക്ക് 4,200 രൂപ ഗ്രേഡ് പേ ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഏതാണ്ട് അപ്രോക്സിമേറ്റ് ഏതാണ്ട് 50,000-നടുത്ത് രൂപ എങ്ങനെയായിട്ട് കയ്യിൽ കിട്ടും. അതായത് ട്രെയിനിങ് ടൈമിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ ഏതാണ്ട് 40,000-ന് മുകളിലും 50,000-ന് ഉള്ള ഒരു തുക കിട്ടും എന്നതിൽ സംശയമൊന്നും വേണ്ട. അത്യാവശ്യം ഒരു സാധാരണക്കാരന് ജീവിക്കാനുള്ള ശമ്പളം മതിയായ രീതിയിൽ തന്നെ കയ്യിൽ കിട്ടുന്ന ഒരു ജോലി തന്നെയാണ് ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്ററുടേതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ശമ്പളത്തെ സംബന്ധിച്ച് ഏറെക്കുറെയുള്ള ധാരണ കിട്ടി. ഇത്രയും ധാരണ മതി. കൂടുതൽ ധാരണയൊക്കെ സർവീസിൽ കയറി കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ, സാലറി സ്ലിപ്പ് കാണുമ്പോൾ മനസ്സിലായിക്കോളൂ. ഇപ്പൊ ഇത്രയൊക്കെ ധാരണയുടെ ആവശ്യമേ ഉള്ളൂ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അലവൻസസ് ആണ്. ഇവർക്ക് എന്തെങ്കിലും അലവൻസ് കിട്ടും എന്ന് കൂടി അറിയണമല്ലോ. കാരണം ശമ്പളത്തിന് വേണ്ടി മാത്രമല്ലോ, അതങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്താൽ മതി. ഇനി സർക്കാർ ജോലിയുടെ പ്രത്യേകത ധാരാളം അലവൻസുകളുണ്ട്, വെറുതെ കുറെ അലവൻസുകൾ കിട്ടും. പ്രത്യേകിച്ച് റെയിൽവേയിൽ കൂടുതലാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ആണ്. ഇത് ഏതാണ്ട് 2,700 രൂപ പെർ മന്ത് കിട്ടും. ഇനിയും ഓവർ ടൈം അലവൻസ് എന്ന് പറയും. നമ്മൾ ജോലി ചെയ്യുന്ന എന്തായാലും റെയിൽവേയിൽ ആയതുകൊണ്ട് തന്നെ സ്റ്റാഫിന് ഷോർട്ടേജ് ഉണ്ടായിട്ട് നിങ്ങൾ ഓവർ ടൈം ചെയ്യേണ്ടി വരും. അതിന്റെ അലവൻസ് കിട്ടും. ഇനി ട്രാവലിംഗ് അലവൻസ് ഉണ്ട്. ഇനിയും കോമ്പൻസേഷൻ ഓൺ ലൈവ് ഹോളിഡേയ്സ്, നിങ്ങൾക്ക് ഹോളിഡേയ്സ് ഉണ്ട്. പക്ഷേ ഹോളിഡേയ്സിൽ പലപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും, ജോലിക്ക് പോകേണ്ടി വരും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്നതിന്റെ അലവൻസ് നിങ്ങൾക്ക് കിട്ടും. ഇനിയും ട്രാവലിംഗ് കാർഡ് ഉണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് എവിടെ വരെ യാത്ര ചെയ്യാം, 3rd AC വരെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ട്രാവലിംഗ് കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യാം. ചെറിയ കാര്യമാണോ? ഒരു യാത്രയ്ക്ക് ഒരു AC കമ്പാർട്ട്മെന്റ്, ട്രെയിനിന്റെ 3rd ACയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മാത്രമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഏത് ഇതിൽ വേണമെങ്കിലും യാത്ര ചെയ്യാം. ഇതിനകത്ത് കയറുന്നവരൊക്കെ നിങ്ങളുടെ പരിചയക്കാരോ ഉദ്യോഗസ്ഥരൊക്കെ ആയിരിക്കും. അത് വേറൊരു കാര്യം. എനിവേ നിങ്ങളുടെ ഫാമിലിക്ക് എന്താണ്, ട്രാവൽ കാർഡ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ എന്ത് വേണം? അടുത്തത് ഡെയിലി അലവൻസ് ഉണ്ടാവും.
ഇവിടെയാണ്. അതായത് മൈലേജ് അലവൻസ് എന്നൊരു പേരിലാണ് അത് കിട്ടുന്നത്. ഏതാണ്ട് 8 കിലോമീറ്ററിനകത്ത് നിങ്ങൾ പോയി വരുന്നതിന് വരുന്ന ചെലവുകൾ മുഴുവൻ അത് മൈലേജ് അലവൻസ് അല്ലെങ്കിൽ ഡെയിലി അലവൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് കിട്ടാറുണ്ട്. ഇനി സ്പെഷ്യൽ അലവൻസ് എന്ന് പറഞ്ഞ് ചിങ്ങളുടെ കുട്ടികൾക്കൊക്കെയുള്ള ചൈൽഡ് കെയറിനും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ, ഫീമെയിൽ ആണെങ്കിൽ പോസ്റ്റിംഗ് സമയത്ത് അവരുടെ അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് സ്പെഷ്യൽ കോമ്പൻസേറ്ററി അലവൻസ് ആണ്. അത് സാധാരണ എല്ലായിടത്തും കിട്ടില്ല. ഇത് ട്രൈബൽ ഏരിയാസിലും അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ഏരിയാസിലും ജോലി ചെയ്യുന്നവർക്കുള്ളതാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള അലവൻസുകളാണ് ഇവിടെ നമ്മളെ തേടിയിരിക്കുന്നത്. അപ്പോൾ അന്ന് ആലോചിച്ച് നോക്ക്, സാലറിക്ക് തത്തുല്യമായ എമൗണ്ട് ചിലപ്പോൾ എന്ത് കിട്ടും, നമുക്ക് അലവൻസ് ആയിട്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുമെന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ സാലറിയുടെ 60% നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിരിക്കും. അപ്പം സാലറി എത്രത്തോളം കൂടും എന്നതിൽ കൂടുതൽ ഞാൻ പറയണ്ടല്ലോ. അപ്പൊ ജോബ് പ്രൊഫൈൽ ഏറെക്കുറെ സാലറി വൈസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനിയും ജോബിന്റെ പ്രൊഫൈലാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്തൊക്കെ ജോലി ചെയ്യണമെന്നുള്ളതാണ്. സ്റ്റേഷൻ മാസ്റ്റർ സ്റ്റേഷനിലെ സർവ്വ ഉത്തരവാദിത്തങ്ങളുള്ള ഒരാളാണ്. ജോലി അത്യാവശ്യം ടെൻഷനുള്ള ജോലിയാണ്, അല്ലാന്ന് പറഞ്ഞാൽ കളവായി പോകും. ഇനിയും സ്റ്റേഷൻ മാസ്റ്റർ ഇസ് ചാർജ് ഓഫ് റണ്ണിങ് ട്രെയിൻസ് അറ്റ് ദ സ്റ്റേഷൻ. അതായത് സ്റ്റേഷനുകളിൽ വന്നു പോകുന്ന ട്രെയിനുകൾ, അതായത് അവരുടെ സ്റ്റേഷൻ പരിധിയിലേക്ക് എൻട്രി ചെയ്ത് ആ സ്റ്റേഷൻ പരിധി വിട്ടുപോകുന്ന വരെയുള്ളതിന്റെ അതോറിറ്റി അദ്ദേഹമാണ്. ഇനിയും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നു അല്ലെങ്കിൽ ആ സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട അതോറിറ്റിയും ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹത്തിന് ആ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അൺലിമിറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. വരുന്ന പാസഞ്ചേഴ്സിന്റെ അമ്യൂണിറ്റീസ്, അവിടുത്തെ ഇഷ്യൂസ്, എന്ത് പ്രശ്നമുണ്ടോ അതിന്റെ എല്ലാം അവസാന അതോറിറ്റി അയാളാണ്. അദ്ദേഹം തന്നെ എന്ത് ചെയ്യേണ്ടി വരും, മുകളിലുള്ള അതിന്റെ ടോപ്പ് ബ്രാസ് ഉദ്യോഗസ്ഥർക്ക് ആൻസറബിൾ ആണ്. താഴോട്ടുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഇനിയും എന്താണ്, പാസഞ്ചേഴ്സിന്റെ ബോർഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതും ഡീബോർഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള, അതായത് ഒരു പാസഞ്ചർ കയറുന്നതിനും ഒരു പാസഞ്ചർ ഇറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും അതോറിറ്റിയും ഇദ്ദേഹം തന്നെയാണ്. അപ്പൊ ചെറിയ ഉത്തരവാദിത്തമല്ല, വലിയ ഉത്തരവാദിത്തങ്ങളാണ് സ്റ്റേഷൻ മാസ്റ്റർ കൊള്ളാമെന്ന് നമുക്ക് മനസ്സിലായി വരുന്നുണ്ട്. ഇനിയും ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റേഷനിൽ ചിലപ്പം ഒന്നിലധികം മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. കാരണം ഇത്രയും ഹെസ്റ്റിക് ഡോർ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ അദ്ദേഹം വർക്ക് ചെയ്യേണ്ടി വരും. ഇനി എന്താണ്, എല്ലാ കാര്യങ്ങളും ക്ലെൻലിനെസ് ഓഫ് സ്റ്റേഷൻ, അതായത് സ്റ്റേഷനിലെ വൃത്തി പോലും പുള്ളി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ആലോചിച്ച് നോക്ക്, അതുവരെ ചെയ്യിക്കേണ്ടത് ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. ഇനിയും കൊച്ചു സ്റ്റേഷനിലാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ കൊമേഴ്ഷ്യൽ ജോലി നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അവിടെ വരുന്ന കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ബാക്കി ആക്ടിവിറ്റീസും നിങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് റിസർവേഷൻ ആക്ടിവിറ്റി, ടിക്കറ്റ്, ഇങ്ങനെയുള്ള. കാരണം അവിടെ സ്റ്റാഫിംഗ് ഉണ്ടാവുന്നില്ല, നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 1-2 പേരെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ കാണുന്നുള്ളൂ. ചിലപ്പോൾ അവിടെ സ്റ്റേഷനിൽ ട്രെയിൻ പോലും നിർത്തണമെന്ന് ഉണ്ടായിരിക്കണമെന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ കൊല്ലം ജില്ലയിലൂടെ ഒക്കെ പോകുന്ന ചില സ്റ്റേഷനുകളിൽ ഇതാണ് അവസ്ഥ. സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടാവും, വേറെ ആരും ഉണ്ടല്ലോ. പൊതുവെ ഗ്രേഡ് കുറഞ്ഞ സ്റ്റേഷൻ മാസ്റ്റർ, അതായത് കയറി ഉടനെ കയറി ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ജോലികളും അവിടെ നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. ട്രെയിനുകളൊന്നും നിർത്തില്ല, വല്ലപ്പോഴും രാവിലെ വൈകിട്ട് ഒരു പാസഞ്ചർ നിർത്തിയാലായി, അത്രയേ ഉള്ളൂ. ഇനിയും ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് എന്താ പറയുന്നത്, മാനേജറുടെ റെസ്പോൺസിബിലിറ്റി വരെ അദ്ദേഹം എന്ത് ചെയ്യണം, ഒരു സ്റ്റേഷനിൽ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ഏറെക്കുറെ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മനസ്സിലായി കാണും. അത്ര ചെറിയ ജോലിയല്ല, തലവേദനയുള്ള, നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള, എന്നാൽ അത്യാവശ്യം സ്റ്റാറ്റസ് ഉള്ളൊരു ജോലിയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേഷൻ മാസ്റ്ററുടെ കരിയർ ഗ്രോത്ത് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹത്തിന്റെ കരിയർ ഗ്രോത്ത്. നമ്മളിതിൽ കയറിയിട്ട് കാര്യമില്ല, നമുക്ക് എന്താവാം എന്നുകൂടി അറിയണമല്ലോ. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് സ്റ്റേഷൻ മാസ്റ്റർ ആണ്. സ്റ്റേഷൻ മാസ്റ്ററുടെ നെക്സ്റ്റ് പ്രൊമോഷൻ ലേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ സൂപ്രണ്ടന്റ് ആണ്. സ്റ്റേഷൻ സൂപ്രണ്ടന്റ് ആണ്. സൂപ്രണ്ടന്റിന് അടുത്ത പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ഓപ്പറേഷൻ മാനേജർ. മറ്റ് പോസ്റ്റുകളിലും ഇത് തന്നെയാണ്. അവരും ഈ പോസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ എത്തുന്നത് എവിടെ ആയിരിക്കും, അസിസ്റ്റന്റ് ഓപ്പറേഷൻ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കായിരിക്കും എത്തുന്നത്. അതായത് NDPC-യിൽ നിങ്ങൾ വരുന്ന ഏതാണ്ട് ഓഫീസർ റാങ്കിലെല്ലാം അവരും എത്തപ്പെടുന്ന ഏറ്റവും ടോപ്പ് ബ്രാസ് പോസ്റ്റാണ് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് മാനേജർ. ഇതെന്ന് പറഞ്ഞാൽ പൊതുവെ സിവിൽ സർവീസുകാർ എത്തുന്ന ആദ്യത്തെ പോസ്റ്റാണ്. നമ്മുടെ പോലീസിലെ ASP എന്നൊക്കെ പറയുന്ന പോലെ, സബ് കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു പോസ്റ്റാണ് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് മാനേജർ. അതിനുശേഷം ഡിവിഷണൽ ഓപ്പറേഷൻസ് മാനേജർ. ഈ ഒരു പോസ്റ്റ് വരെയാണ് നോർമൽ ഒരു പ്രൊമോഷൻ സ്കോപ്പിലുള്ളത്. ഇനി ഇത് കൂടാതെ സ്റ്റേഷൻ മാസ്റ്റർക്ക് എന്തുണ്ട്, ടെസ്റ്റ് എഴുതാനുള്ള അവസരമുണ്ട്. അതായത് 5 വർഷം 8 വർഷം ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രായങ്ങളിൽ, സർവീസ് കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിനുള്ള പ്രിവിലേജ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് നിങ്ങളുടെ ഭാഗ്യത്തിന് നേരത്തെ വരികയാണെങ്കിൽ 5 വർഷം തികയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും, അല്ലെങ്കിൽ 8 വർഷം തികയുകയാണെങ്കിൽ അത് കിട്ടും. അതിൽ ഏതെങ്കിലും ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റേഷൻ മാസ്റ്ററിൽ നിന്ന് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ എത്താൻ വളരെ കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാമാണ്. അത് നിങ്ങൾ എത്തുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിന് മുകളിലേക്ക് എത്തും. കാരണം 8-9 വർഷം കൊണ്ട്, 10 വർഷം കൊണ്ട് എത്തുകയും ഒരു 50-ാമത്തെ
വയസ്സിൽ അവിടെ എത്തുകയും പിന്നീട് ഒരു 10 വർഷം കൊണ്ട് നിങ്ങളുടെ കരിയർ ഗ്രാഫ് വളരെ ഉയരത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഇതിന് മുകളിലേക്കൊക്കെ എത്തിയായിരിക്കും നിങ്ങൾ റിട്ടയർ ആവുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു തസ്തിക കൂടിയാണ് ഈ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കരിയർ ഗ്രാഫ് ജസ്റ്റ് ഒരു പിക്ടോറിയലായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഏറ്റവും ടോപ്പ് ബ്രോസ്റ്റിൽ ഡിവിഷണൽ ഓപ്പറേഷൻസ് മാനേജർ ആവും. അതിനുശേഷം ആദ്യം നിങ്ങൾ സ്റ്റേഷൻ മാസ്റ്റർ ആവും. അതിനുശേഷം സ്റ്റേഷൻ സൂപ്രണ്ട് ആവുന്നു, അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് മാനേജർ ആവുന്നു, ഡിവിഷണൽ ഓപ്പറേഷൻസ് മാനേജർ ആവുന്നു. അങ്ങനെ ഒരു വലിയ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ടാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഇതൊരു വളരെ വലിയ സ്റ്റാറ്റസ് ഉള്ള ഒരു പോസ്റ്റാണ്. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ പ്രിഫറൻസ് വെച്ച് തന്നെ പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പറയാനുള്ളത്, ഇത്രയും നല്ല പോസ്റ്റ് ആകുമ്പോൾ തന്നെ ഇത്രയും ധാരാളം കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ് റെയിൽവേ എന്ന് പറയുന്നത്. വടക്കേന്ത്യയിലേക്ക് ധാരാളം ആൾക്കാർ നന്നായിട്ട് എഫർട്ട് ഇട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പങ്കാളിത്തം കുറയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമ്മുടെ എഫർട്ടാണ് ഏതൊരു സക്സസിന്റെയും ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് എഫർട്ട് ഇട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് പരീക്ഷ നിഷ്പ്രയാസം ട്രാക്ക് ചെയ്യാൻ പറ്റും. സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക, കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു സിലബസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. CBT 1 ഏതാണ്ട് 70-80 മാർക്കെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന് കൃത്യമായി പ്രിപ്പറേഷൻ വേണം. സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കേണ്ടത്. അതിന് ഏണസ്റ്റ് അക്കാഡമി നിങ്ങളുടെ ഒപ്പമുണ്ട്. ഏണസ്റ്റ് അക്കാഡമിയുടെ 6ാം NTPSC കോഴ്സ് വളരെ ശക്തമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. അഡ്മിഷനുകളൊക്കെ നന്നായിട്ട് നടക്കുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യുക, നിങ്ങൾ പഠനം തുടങ്ങുക, എത്രയും പെട്ടെന്ന് നിങ്ങളൊരു കേന്ദ്ര സർക്കാർ ജോലിക്കാരനാകുക എന്നുള്ളതാണ്. റെയിൽവേയിലെ തന്നെ ഒരു നല്ല ഉദ്യോഗസ്ഥനായിട്ട് മാറുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഇനി അധികം സമയമില്ല, 6 മാസത്തിനുള്ളിൽ എല്ലാം സംഭവിക്കുമെന്ന് ഓർത്തുകൊള്ളുക. അപ്പം ഇനി അധികം സമയം കളയാതെ നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ വേഗം തുടങ്ങുന്നതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് ഞാൻ പറയുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.